നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചാൽ മതി, ബാക്കിയെല്ലാം തയ്യാറെന്നാണ് കേരളത്തിലെ സ്ഥിതി. ബി.ജെ.പിയുടെ മുന്നണിയായ NDA തെരഞ്ഞെടുപ്പ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി രാഷ്ട്രീയ തന്ത്രങ്ങളുടെ തലതൊട്ടപ്പൻ അമിത്ഷാ തലസ്ഥാനത്ത് വന്നുപോയി. തൊട്ടു പിന്നാലെ ഭരണതലവൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയായി. ജനുവരി 23-ന് മോദി തലസ്ഥാനത്തെത്തും. എന്നാൽ മറ്റു മുന്നണികളോ? മറ്റുള്ളവർക്ക് മറുപടി പറയുന്ന കാലം കഴിഞ്ഞ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ബി.ജെ.പിയുടെ ഏറെ സക്രിയമായ സമീപനം മറുമുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തോടെ ആ പാർട്ടിയുടെ പുതിയൊരു മുഖമാണ് കേരള രാഷ്ട്രീയം കാണുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മുന്നണി നേതാക്കളും ചേർന്ന ഒരു സത്യാഗ്രഹം നടത്തിയിരുന്നു. അറിഞ്ഞിരുന്നോ? ഒരുവിധം ഒപ്പിച്ചുവെന്നേ പറയാൻ പറ്റൂ. മുന്നണിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. മുന്നണി 3 മേഖലാ യാത്രകളിലൂടെ സർക്കാരിന്റെ നേട്ടം ജനങ്ങളോട് പറയാൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ സത്യാഗ്രഹത്തിൽ നിന്ന് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് തലവൻ ജോസ് കെ മാണി വിട്ടുനിന്നു. ശകുനം മോശം. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി സത്യാഗ്രഹ വേദിയിൽ വിളിച്ചു പറഞ്ഞതൊക്കെ കല്ലുവെച്ച നുണകളാണെന്ന് അതിന്റെ ചൂട് മാറും മുൻപേ ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കണക്കുകൾ സഹിതം വിളിച്ചു പറഞ്ഞത് സർക്കാരിനും മുന്നണിക്കും കടുത്ത പ്രഹരവുമായി. അതിനിടെ NDA നേതാക്കൾ എല്ലാവരും ഒരു വേദിയിൽ വന്ന് സംയുക്ത വാർത്താ സമ്മേളനവും നടത്തി. മുന്നണിയിലെ മുഖ്യരായ CPI-യെ പോലും ഒന്നിച്ചു നിർത്താനാവാത്ത അവസ്ഥയിലാണ് LDF. ഇതൊക്കെയാണ് ആ മുന്നണിയിലെ അവസ്ഥ. കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയുടെ കാര്യമോ? 2014 മുൻപ് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് നയിക്കുന്ന UDF കേരള വികസനത്തിനായി എന്തു ചെയ്തുവെന്ന് പറയാൻ അവർക്കും കഴിയാതായിട്ടുണ്ട്. ബി.ജെ.പി നേതാവ് കേരള വികസന കാര്യത്തിലെ കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ നിലപാടുകൾ, സഹായങ്ങളുടെ കണക്കുകൾ വിവരിച്ചത് അത്രയ്ക്ക് വിശദമായാണല്ലോ. UDF സെക്രട്ടേറിയറ്റ് പഠിക്കൽ കോൺഗ്രസും നടത്തിയിരുന്നു കേന്ദ്ര സർക്കാർ വിരുദ്ധ രാപ്പകൽ സമരം. LDF-ൽ നിന്ന് കക്ഷികൾ കൊഴിയുന്നു, അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിച്ചിരിക്കുന്നു. കപ്പൽ ആടി അലയുകയല്ല, അലകടലിൽ താഴുകയാണെന്ന് ബോധ്യമായ ഘടകകക്ഷികൾ ആത്മരക്ഷയ്ക്ക് വഴി തേടി തുടങ്ങി. LDF-ന്റെ തകർച്ച സ്വപ്നം കണ്ട്. അങ്ങനെ സംഭവിച്ചാൽ UDF-ന് സുഗമ വിജയമാണെന്ന തോന്നലിൽ ആ മുന്നണിയിലെ നേതാക്കൾ നേതൃസ്ഥാനം കൈയടക്കാൻ കുതന്ത്രങ്ങൾ ഒരുക്കുന്നു. വയനാട്ടിലെ നേതൃത്വ സമ്മേളനത്തിന്റെ തുടർച്ചയായി കോൺഗ്രസിൽ ശക്തി കേന്ദ്രങ്ങൾ കൂടുതൽ രൂപപ്പെടുന്നു. അപ്പോഴാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ദേശീയ തലപ്പത്തുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനവും കൂടിയാലോചനകളും പാർട്ടി നേതാക്കൾക്ക് വലിയ ദിശാബോധവും ആവേശവുമാണ് നൽകിയിരിക്കുന്നത്. വികസന അജണ്ടയിൽ തലസ്ഥാനം കോർപ്പറേഷൻ പിടിച്ചു. അതിനൊപ്പം വിശ്വാസവും സുരക്ഷയും കൂടി വിഷയമാക്കി ചേർത്ത് മികച്ച ചുവടുവയ്പ്പാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പത്രസമ്മേളനത്തിലെ വെളിപ്പെടുത്തലുകൾ. അതിൽ പറയുന്ന കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. UPA ഭരണകാലത്ത് 10 വർഷം കേരളത്തിന് നൽകിയ ധനസഹായം 72,000 കോടി. മോദിയുടെ 10 വർഷം കിട്ടിയത് അതിന്റെ 4 ഇരട്ടി, 3.20 ലക്ഷം കോടി. അപ്പോൾ മോദി സർക്കാർ കേരളത്തെ ഞെക്കിക്കൊല്ലുന്നുണ്ടോ? കിഫ്ബിയിലെ കൃത്രിമം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടബാധ്യത എന്നിവ മൂലമാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി തീർന്നത്. കേന്ദ്ര സർക്കാർ കടപരിധി കുറയ്ക്കുന്നതല്ല. അപ്പോൾ മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുണ്ടോ? പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ കേരളത്തിന്റെ കടം 1.4 ലക്ഷം കോടി രൂപയായിരുന്നു. 10 വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ കടം 5 ലക്ഷം കോടിയായി. മോദി സർക്കാരിന്റെ പ്രശ്നമാണോ? പിണറായി വിജയൻ പറയുന്നത് 12,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതല്ലേ കാരണം? അതും കേന്ദ്രത്തിന്റെ തലയിൽ വെക്കണോ? 16,000 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികളാണ് പിണറായി സർക്കാർ നിർത്തിവെച്ചിരിക്കുന്നതെന്ന് CAG തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും 54,000 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. 45,000 പേർ ഇന്നും കോളനികളിൽ ജീവിക്കുന്നു. ആരാണ് ഉത്തരവാദികൾ? ഇങ്ങനെ ബി.ജെ.പി NDA മുന്നണിക്ക് മേൽക്കൈയും നൽകി കഴിഞ്ഞു. ഇതിന്റെ തുടർച്ചയും പുതിയ തുടക്കവുമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള തലസ്ഥാന സന്ദർശനം.
ജനുവരി 23-ന് പ്രധാനമന്ത്രി വരുന്നതോടെ കേരളത്തിലെ NDAയുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രണ്ടാം ഗിയറിലേക്ക് മാറുകയാണ്. ലക്ഷ്യം കുറിച്ച് അജണ്ട തീരുമാനിച്ചു, ഇനി ഗതിവേഗം ക്രമീകരിക്കുകയാണ്.